കുഗ്രാമങ്ങൾ ഭാവി ഗ്രാമങ്ങളായി മാറുന്നത് നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന വെറുപ്പിന്റെ രാഷ്ട്രീയത്തിൽ നിന്നാണ്. മറിച്ച് മനുഷ്യത്വരഹിതമായ ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ അടുത്ത് കൃപേഷിനെയും ശരത്ലാലിനെയും കൊലപ്പെടുത്തിയ മൃഗീയമായ ഒരു രാഷ്ട്രീയ സംഭവത്തെ പ്രത്യക്ഷത്തിൽ തന്നെ ന്യായീകരിക്കുക, അതിലെ കൊലയാളികൾക്ക് പരസ്യമായ പാർട്ടി പിന്തുണ കൊടുക്കുക. നിങ്ങൾ പിന്നെയും നാശമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു രാഷ്ട്രീയ പാർട്ടി ഉത്തരേന്ത്യയിൽ കാണുന്ന കൊലയാളി രാഷ്ട്രീയത്തിന് സമാനമായി ഈ പ്രബുദ്ധ കേരളത്തിൽ മാറുകയാണ്. പി ജയരാജൻ പോയിട്ട് പ്രതികളെ കണ്ടുത്രേ ജയിലിൽ. എന്നിട്ട് അവർക്ക് അയാൾ പറയാണ് വലിയ അഭിമാനത്തിൽ, ജയില് വായിക്കാനുള്ള ഇടമാണ്, അതുകൊണ്ട് ഞാൻ എന്റെ 5 പുസ്തകങ്ങൾ അവർക്ക് കൊടുത്തു. ഇതിനേക്കാളും വലിയ ശിക്ഷ നിങ്ങൾക്ക് വേണ്ടിയിരുന്നില്ല. വേറെ നിങ്ങളെ പുസ്തകം വായിക്കാന്ന് പറഞ്ഞാൽ എന്റെ ജയരാജ അങ്ങനെ ഒരു ദ്രോഹമാ, അല്ലെങ്കിൽ തന്നെ ഒരു പ്രതികളായിട്ട് ജയിലിൽ കിടക്കുക, ഇങ്ങനെ ശിക്ഷ കൊടുക്കണോ? അദ്ദേഹം പറയാണ് ജയില് ധീരന്മാർക്കുള്ളതാണ്. ആര്? പി ജയരാജന് ഷുക്കൂർ കേസിൽ മുൻകൂർ ജാമ്യം തള്ളിയതിനു ശേഷം 1.5 മാസം ആംബുലൻസിൽ കടന്നിട്ട് മുള്ളുകയും അപ്പിടുകയും ചെയ്ത ഈ നേതാവാണ് പറയുന്നത് ജയിൽ ആർക്കുള്ള ധീരന്മാർക്കുള്ളതാ. പുറത്തിറങ്ങിയിട്ടില്ല പോലീസ് പിടിക്കുന്ന എടുത്തിട്ട്, ആംബുലൻസിൽ തന്നെയാണ്. ഏതെങ്കിലും ഒരു പോലീസിന്റെ വണ്ടി പരിസരത്ത് കൂടെ പോയാൽ അപ്പൊ തന്നെ എന്താണ് ജഗതി പറഞ്ഞിട്ടുള്ള ഓണം അടിച്ചിട്ട് ഇയാൾ പോയാൻ 1.5 മാസം. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇയാൾ പറഞ്ഞത് വെച്ചാൽ ജയില് വായിക്കാനുള്ളതാണ്. എന്നാ ജയരാജ നല്ല കുറച്ച് ആരെങ്കിലും എഴുതിയ, വേറെ നിങ്ങൾ എഴുതിയല്ല, കൊള്ളാവുന്ന കുറച്ച് പുസ്തകം കയ്യിൽ വാങ്ങി വെച്ചോ. ഷുക്കൂർ കേസിന്റെ വിധി വരുന്നുണ്ട്, ജയിലിലിരുന്ന് വായിക്കേണ്ട ഗതികേട് ഈ ജയരാജൻ ഞങ്ങൾ വരുത്തും. ഇതൊന്നും തീരാൻ പോണില്ല. നിങ്ങൾ ചന്ദ്രശേഖർ വധക്കേസിനും ഷുക്കൂർ വധക്കേസിനും ശേഷം ഉണ്ടായ കേരളത്തിലെ മാറ്റം എന്താ അറിയങ്ങള്? ഈ സൂത്രധാരകരെ ജയിലിന്റെ ഇരുട്ടറയിലേക്ക് കൊണ്ടുപോകുന്നു ഞങ്ങൾ എന്നാണ്. തീർച്ചയായും അതുകൊണ്ട് ഇന്നലേക്ക് നിങ്ങൾ ആലോചിച്ചു, ഈ അൻവറിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ബുദ്ധിയാണ് നിങ്ങൾക്ക് ഈ പി ശശിയൊക്കെ പറഞ്ഞു തരുന്നത്? ഞാൻ അറിയായിട്ട് അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ പ്ലേസ്മെന്റിന് അദ്ദേഹം ഇങ്ങനെ ശക്തമായി നിൽക്കുന്ന സമയത്താണ് കൃത്യമായി കേരളം അഡ്രസ് ചെയ്യേണ്ട മലയോര കർഷകരുടെ സമരത്തിന്റെ മുൻനിരയിലെ രക്തസാക്ഷിയായി നിങ്ങൾ അയാളെ കൊണ്ടുപോയിട്ട് അറസ്റ്റ് ചെയ്യുന്നത്. മനസ്സിലാക്കണം, അവിടെ എത്തണം. എന്നിട്ട് അൻവർ അവിടെ എത്തുമ്പോ ഈ മലയോര കർഷക സമരങ്ങളിൽ ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള സംഘീയ കമ്മ്യൂണിസ്റ്റ് കള്ളക്കളിയുണ്ട്. സമരങ്ങളിൽ നിന്ന് പലരും പുറകോട്ട് പോയിട്ടുണ്ട്. എന്നാൽ അവിടെ അൻവർ കൃത്യമായി അവിടെ പ്ലേസ് ചെയ്യപ്പെടുകയാണ്, അവിടെ വരികയാണ്. അൻവർ പറഞ്ഞത് നിങ്ങളറിയാം, ഈ ചോലനായിക്ക സമുദായം എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ അതീവ ന്യൂനപക്ഷമാണ്, പാവങ്ങളാണ്. ആ മനുഷ്യർ കാട്ടിനുള്ളിൽ താമസിക്കുന്ന പാവങ്ങള്, അവർക്ക് അവിടെ അവരുടെ താവളം കാടാണ്. അറിയോ നിങ്ങൾക്ക്? ഇപ്പൊ എന്താ സ്ഥിതി? കാട്ടിൽ പോയാൽ ആന ചവിട്ടിക്കൊള്ളും, നാട്ടിൽ വന്നാൽ CPM വെട്ടിക്കൊള്ളും. ഇതെന്തൊരു നാടാടോ, എന്തൊരു കഷ്ടമാണ്. മനുഷ്യരുടെ ഈ അവസ്ഥയെ കുറിച്ച് നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത്? എന്താണ് മനസ്സിലാക്കാത്തത്? ഞാൻ ഈ ഓണംപള്ളിയിലെ പ്രവർത്തക സുഹൃത്തുക്കളോട് പറയുന്നത്, നിങ്ങൾ ഈ സമ്മേളനം നടത്തുമ്പോൾ നിങ്ങൾ ഈ കെട്ടിയ കൊടികള്, ഇവിടുത്തെ തോരണങ്ങള്, നിങ്ങളുടെ മനസ്സിനകത്തുള്ള ഒരു പച്ചയുടെ അല്ലെങ്കിൽ ഈ ഹരിതാപതയുടെ ഒരു മനോഹരമായ ഒരു ആവേശമുണ്ട്, പ്രത്യേകിച്ച് എന്റെ മുമ്പിൽ നിൽക്കുന്ന കാരണവന്മാർക്ക്. ഞാൻ ചെറുപ്പക്കാരോട് പറയട്ടെ, മുസ്ലിം ലീഗ് വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ സമീപനം എടുത്ത് 948 മുതൽ എങ്ങനെയാണ് ഒരു ജനതയെ പരിവർത്തിപ്പിച്ചെടുക്കേണ്ടത്, ഇതാ ഈ പ്രസംഗിക്കുന്നതിന്റെ പരിസരത്തു നിന്നാണ്. കൊടുങ്ങല്ലൂരിൽ നിന്നല്ല, സിദി സാഹിബിന്റെ തറവാട് ഇതിന്റെ പരിസരത്താണ്. ഒരു മനുഷ്യൻ തലശ്ശേരിയിലേക്ക് വണ്ടി കയറി മലബാറിൽ വരുന്നത് എന്തിനെന്നാൽ നിങ്ങളെ പോലെ അല്ലായിരുന്നു മലബാറിലെ മുസ്ലിം പരിതോവസ്ഥ. കാരണം അത്രമേൽ തകർന്നു പോയൊരു ഇടം, 921 കലാപത്തിൽ നിന്ന് തകർന്ന് തരിപ്പണമായി പോയിടും. അവരെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്, അവർക്ക് അറിവ് കൊടുക്കേണ്ടതുണ്ട്, അവർക്ക് വിദ്യാഭ്യാസം നൽകണം, എഴുന്നേറ്റ് നിൽക്കാൻ പ്രാപ്തമാക്കണം. ഇപ്പോഴും രാജ്യത്തിന്റെ മുഖ്യധാരയിൽ വന്നു നിൽക്കാൻ മടിക്കുന്നവരെ രാജ്യത്തോട് ചേർത്ത് നിർത്തണം. ആ പ്രയത്നമാണ് അന്ന് മുസ്ലിം ലീഗ് ഏറ്റെടുക്കുന്നത്, ആ ഉത്തരവാദിത്തമാണ് നിർവഹിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ ഫാറൂഖ് കോളേജ് വരുന്നത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരുന്നത്, ഒരുപാട് സ്ഥാപനങ്ങൾ വന്ന് ഒരു ജനതയെ പരിവർത്തിപ്പിച്ച് വളർത്തിയെടുക്കുന്നത്. അത് മലബാറിന്റെ രാഷ്ട്രീയത്തിനകത്തിരുന്ന് ചിന്തിച്ചാൽ മാത്രമേ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. അവിടെ അങ്ങനെ വളർന്നു വന്ന ഒരു രാഷ്ട്രീയം വലിയ പങ്കല്ല, ചെറുതായിരിക്കാം. ചെറിയ ചെറിയ സംഘങ്ങൾ എന്തെല്ലാം അത്ഭുതങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നിങ്ങളോട് ചോദിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ആ ചെറിയ സംഘം നിങ്ങൾ അറിയുമോ? ഈ അടുത്ത് നമ്മയൊക്കെ അസ്വസ്ഥതപ്പെടുത്തിയതാണ് ഇന്ത്യയിലെ കോടതികൾ, കീഴ്ക്കോടതികൾ സർവേക്ക് കൊടുക്കുക, പള്ളികളിൽ എന്താണ് ബിംബങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് കുഴപ്പമുണ്ടാവുക, സമ്പലിൽ ആളുകൾ മരിക്കുക, പിന്നെയും വാദങ്ങൾ ഉയരുക. അവസാനം സുപ്രീം കോടതിയുടെ ജഡ്ജ് തന്നെ ഇരിക്കുന്ന ഒരു ബെഞ്ച്
സുപ്രീം കോടതി എന്താണ്, ചീഫ് ജസ്റ്റിസ് തന്നെ ഇരിക്കുന്ന ഒരു ബെഞ്ച് തീരുമാനം എടുത്തു, ഇനി അങ്ങനെ കീഴ്ക്കോടതികൾ ചെയ്യരുത്. ഞാൻ ചുരുക്കി പറയാണ്, ഇത് എങ്ങനെ ഉണ്ടായതാണെന്നറിയോ നിങ്ങൾ ചെറുപ്പക്കാരറിയണം. അതൊരു വെറും വിധി മാത്രമല്ല, ആ വിധിയുടെ പിറകില് ഒരു മനുഷ്യനുണ്ട്. നിങ്ങൾ ആ വിധി പത്രത്തിൽ വായിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. അല്ലാഹുവേ, GM ബനാത്തുവാല സാഹിബിന്റെ ഖബറിടത്തിൽ നീ നന്മ നിറക്കണമേ, സമാധാനം നിറക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ മനുഷ്യൻ 1987 ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു സ്വകാര്യ ബില്ല് കൊണ്ടുവന്നു. 1947 ഓഗസ്റ്റ് 15 സമയത്ത് ഇന്ത്യയിൽ ആരുടെ കയ്യിലാണോ ക്ഷേത്രം, ആരുടെ കയ്യിലാണോ പള്ളി, ആരുടെ കയ്യിലാണോ ചർച്ച്, അതുപോലെ നിൽക്കണം. സ്വാഭാവികം, ഒരു ചെറിയ പാർട്ടി ബില്ല് തന്നെ. 1990 കോൺഗ്രസും ലീഗും തമ്മിലിടഞ്ഞു. രാഷ്ട്രീയ പാർട്ടികളാണ്, തർക്കങ്ങളൊക്കെ ഉണ്ടാവും, തമ്മിലിടഞ്ഞു. മുന്നണിയിൽ നിന്ന് ലീഗ് ഇറങ്ങി. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരികയാണ്. ചെറിയ പാർട്ടിയാണ് ലീഗ്, പക്ഷെ ലീഗ് കൂടെ ഉണ്ടാവണമെന്ന് കോൺഗ്രസ് ആഗ്രഹിച്ചു. തമിഴ്നാട്ടിൽ, കേരളത്തിൽ, ഈ ദക്ഷിണ ഇന്ത്യയിൽ ലീഗ് വേണമെന്ന് അവർ ആഗ്രഹിച്ചു. ചർച്ച തുടങ്ങിയപ്പോ ലീഗ് വലിയ ഡിമാൻഡുകൾ വെച്ചു. ഞങ്ങൾക്ക് വടകര മണ്ഡലം വേണം, 3 സീറ്റ്, ഒന്നും പറഞ്ഞില്ല, ഒറ്റ ഡിമാൻഡ്. 87 ബനാത്തുവാല സാഹിബ് കൊണ്ടുവന്ന ബില്ല് ഔദ്യോഗിക ബില്ലായി ഈ രാജ്യത്തെ മനുഷ്യർക്ക് നേർക്കുനേരെ ജീവിക്കാവുന്ന അവസ്ഥയുണ്ടാക്കണം. കോൺഗ്രസ് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. 3 ദിവസത്തിന് ശേഷം വീണ്ടും ചർച്ച. കോൺഗ്രസ് ഒരു ഡിമാൻഡ് വെച്ചു. ബാബരി മസ്ജിദ് വലിയ തർക്കമാണ്, അതുകൊണ്ട് ആ ബാബരി മസ്ജിദ് കോടതിയുടെ മുമ്പിൽ നിൽക്കുന്ന കേസായതുകൊണ്ട് ഒഴിച്ചു വെച്ച് ബാക്കി എല്ലാ പള്ളികളുടെ മുകളിലും, അമ്പലങ്ങളുടെ മുകളിലും, ആരാധനാലയങ്ങളുടെ മുകളിലും ബില്ല് കൊണ്ടുവരാം. ലീഗ് സമ്മതിച്ചു. ആ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യാവസ്ഥയിൽ ഇന്ത്യയുടെ പ്രതിഭാധനനായ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു. നമ്മളൊക്കെ നിശ്ചലമായി നിന്നുപോയ സമയം. പിന്നെയും തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായി നടന്നു. കോൺഗ്രസ് മൃഗീയമായ ഭൂരിപക്ഷത്തോടെ വന്നു. കോൺഗ്രസ് നമുക്ക് വാക്ക് നൽകിയ രാജീവ് ഗാന്ധി ഇല്ലാതെയും വാക്കുപാലിച്ച ബില്ല് കൊണ്ടുവന്നു. എന്തിനാണ് ലീഗ് എന്ന് ചോദിക്കുന്നില്ല. ഞങ്ങൾ ആരോടും വിരോധം വെച്ച് സംസാരിക്കുകയല്ല. ഞങ്ങൾ ഒരുപാട് പൊരുതിയിട്ടുണ്ട് ഈ രാജ്യത്തിലെ എക്സ്ട്രീമിസ്റ്റുകൾക്കെതിരെ, SDPIക്കെതിരെ, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ. ഐഡിയോളജിക്കലായി ഈ രാജ്യത്ത് നിൽക്കാവുന്ന ഐഡിയോളജി അല്ല നിങ്ങളത് എന്നറിയുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നു, നമുക്ക് എന്തെങ്കിലും പരിവർത്തനം ഉണ്ടാക്കാനാകുമെങ്കിൽ, ഇടപെടാൻ കഴിയുമെങ്കിൽ, മറ്റാരെയും വേദനിപ്പിച്ചല്ല, ഈ രാജ്യത്തിന്റെ മതേതര ചേരിക്ക് കരുത്തു കൊടുത്താണ്. നമ്മുടെ ഭൂമിയാണ്, നമ്മുടെ ഇടമാണ്, നമ്മുടെ രാജ്യമാണ്. ഏതെങ്കിലും വൃത്തികെട്ട RSSകാരനും കമ്മ്യൂണിസ്റ്റുകളും പറയുന്ന പോലെ ഈ രാജ്യം നമ്മുടെ സ്വത്താണ്. അവര് പറയുന്ന പോലെ മറ്റൊരു രാജ്യത്തിന് വേണ്ടി തുടിക്കുന്ന ഹൃദയമുള്ളവരല്ല. സംശയം ഉണ്ടെങ്കിൽ ഇവനൊക്കെ ഈ മണ്ണിലേക്ക് അവന്റെ മുഖം ചേർത്ത് പിടിച്ചു കൊടുക്കണം. നമ്മുടെ പിതാമഹന്മാരുടെ ചോര കൊണ്ട് പങ്കിലപ്പെട്ട് കിടക്കുന്ന, പവിത്രപ്പെട്ട് കിടക്കുന്ന ഈ മണ്ണ് മണക്കുമ്പോൾ അവന് മനസ്സിലാവും ഞങ്ങൾ ആരായിരുന്നു എന്ന്. ഈ രാജ്യത്തെ ഒറ്റുകൊടുത്തത് കമ്മ്യൂണിസ്റ്റുകളും RSSകാരാണ്. ഞാൻ ചരിത്രത്തിലേക്ക് പോണില്ല. പലപ്പോഴും ഷിബു പറയുന്നത് ഞാൻ എത്രയോ തവണ ആവേശത്തോടെ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ പഴയ ചരിത്രം എന്ന് പറയുന്നത്, ജോഷിയുടെ ചരിത്രം എന്ന് പറയുന്നത്, കമ്മ്യൂണിസത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഈ 1980കളിലില്ല, 90കൾ വരെ ഈ രാജ്യത്തിന്റെ സ്വതന്ത്ര പതാക നിങ്ങളുടെ പാർട്ടി ഓഫീസിന്റെ 7 അയലത്ത് നിങ്ങൾ തൊടുവിച്ചിട്ടില്ല. നിങ്ങൾ ഈ രാജ്യത്ത് അംഗീകരിക്കാത്തവരാണ്. എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കാൻ വരികയാണ്. ഞാൻ എന്റെ സഹോദരന്മാരോട് പറയുന്നു, ഈ മുന്നേറ്റത്തെ ശക്തിപ്പെടുത്തണം സ്നേഹമുള്ളവരെ. ഈ മുന്നേറ്റത്തിന് കരുത്തു പകരണം. ഭിന്നിച്ചു നിന്ന് നശിക്കേണ്ട ഒരു സമയമല്ല ഇത്. ചേർന്നു നിൽക്കേണ്ട സമയമാണ്, ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ്. ഈ ഫാഷിസ്റ്റ് കാലത്തെ മനുഷ്യനെ തമ്മിൽ തല്ലിക്കുന്നിടത്ത് നിന്റെ ഒരു മെസ്സേജ്, നിന്റെ ഒരു വാക്ക്, നിന്റെ ഒരു പ്രസംഗം ആരുടെയും മനസ്സ് മുറിപ്പെടുത്തുന്നതാവരുത്. അവരിങ്ങോട്ട് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചാൽ അത് പരിഹാരമല്ല. ഇങ്ങോട്ട് ചെയ്യുന്നതിന് തിരിച്ചു ചെയ്യാനല്ല നിന്നെ ഈ മതം പഠിപ്പിച്ചത്, ദീൻ പഠിപ്പിച്ചത്, ലീഗ് പഠിപ്പിച്ചത്. നമ്മൾക്ക് നമ്മളുടെ നിലപാടുണ്ട്. ഈ രാജ്യത്തെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഇന്നിവിടെ അന്തസ്സോടെ ജീവിക്കുന്ന പോലെ നമ്മുടെ മക്കൾക്കും ജീവിക്കാൻ നിങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു പതാക ഇന്ത്യയിൽ, അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അർദ്ധചന്ദ്ര താരാങ്കിതമായ ഹരിത പതാകയാണ്. അതിവിടെ ഇങ്ങനെ പാറിക്കളിക്കേണ്ടത് ഈ പൊതുയോഗത്തിന്റെ സന്ദേശമായിട്ടല്ല, മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിന്റെ തുടിപ്പായിട്ടാണ് എന്ന് ഈ ഓണം പള്ളിയിലെ സഹോദരന്മാരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട്, അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട്, ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്.